സംസ്ഥാനമാകെ വലിയ മഴയാണ്. 14 ജില്ലകളിലും അലേർട്ടുണ്ട്. 9 ജില്ലകളിൽ റെഡ് അലേർട്ടാണ്. 5 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണ്. നമുക്ക് ഓരോ പ്രദേശത്തെയും സാഹചര്യം പ്രത്യേകമായി നോക്കാം. കർണാടക വനത്തിൽ ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുണ്ട്. കാര്യംകൂട് പുഴയിൽ വൻ കുത്തൊഴുക്ക് ഉണ്ടായി. ഒറ്റപ്പെട്ടുപോയ സ്ത്രീയെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. കോഴിച്ചാൽ അയ്യത്ത് TP ഉന്നതിയിലെ തുരുത്തിലാണ് സ്ത്രീ ഒറ്റപ്പെട്ടത്. അയൽവാസികളും നാട്ടുകാരും ചേർന്ന് സാഹസികമായി ഈ സ്ത്രീയെ രക്ഷപ്പെടുത്തുകയായിരുന്നു. അർജുൻ കല്യാട് കണ്ണൂർ ഉളിക്കൽ നിന്ന് നമുക്കിപ്പം ചേരുകയാണ്. അർജുൻ, ഈ ദൃശ്യങ്ങൾ ഭീതിപ്പെടുത്തുന്ന ദൃശ്യങ്ങളാണ്. കുത്തിയൊലിച്ച ചെളിയും മണ്ണും കല്ലുമെല്ലാം ചേർന്ന് വെള്ളം കുത്തിയൊലിച്ച് താഴേക്ക് വരികയാണ്. വലിയ അപകട സാഹചര്യമുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. എന്താണ് ഇപ്പോൾ പ്രദേശത്ത് നിന്ന് നൽകാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ അർജുൻ? ഷിഹാസ്, തീർച്ചയായിട്ടും അതിശക്തമായിട്ടുള്ള മഴ തന്നെയാണ് കണ്ണൂർ ജില്ലയിൽ പലയിടങ്ങളിലും പെയ്യുന്നത്. മലയോര മേഖലകളിലാണ് ഏറ്റവും പ്രധാനമായി മഴ ശക്തമായി പെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് കണ്ണൂർ ഉളിക്കൽ പൊയ്യൂർക്കരി എന്ന് പറയുന്ന പ്രദേശത്താണ്. ഇവിടെ നമുക്ക് കാണാൻ വേണ്ടി കഴിയും വലിയ അളവിൽ ഇപ്പോഴും വെള്ളം വീടുകൾക്കകത്ത് പോലും കയറിക്കൊണ്ടിരിക്കുകയാണ്. മിനിറ്റുകൾ കൊണ്ട്, നമ്മളിപ്പോൾ ഒരു 5 മിനിറ്റ് മുൻപ് തന്നെ ഇവിടെ നിൽക്കുന്ന സമയത്ത് ഈ മേഖലയിലൊന്നും തന്നെ, ഞാനിപ്പോൾ നിൽക്കുന്ന ഈ സ്ഥലത്തൊന്നും തന്നെ വെള്ളം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ പറഞ്ഞ് കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ വെള്ളം ഇങ്ങനെ ഉയർന്നുകൊണ്ടേയിരിക്കുകയാണ് എന്നുള്ളതാണ്. ഇവിടെയുള്ള പ്രദേശവാസികളെല്ലാം തന്നെ ആളുകളെയും വാഹനങ്ങളും ഒക്കെ വീട്ടിൽ നിന്നും മാറ്റി ഈ മുകൾ ഭാഗത്തേക്ക് കൊണ്ട് പാർക്ക് ചെയ്തിരിക്കുകയാണ്. ഇതിപ്പോൾ വെള്ളം ഇങ്ങനെ ഉയർന്നുകൊണ്ടേയിരിക്കുകയാണല്ലേ? അതെ അതെ, സത്യം പറഞ്ഞാൽ 2018 പ്രളയത്തിന് സമാനമായ ഒരു അവസ്ഥയിലേക്ക് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. 2018 ഇവിടെയൊക്കെ ഇങ്ങനെ വെള്ളം കയറി, എല്ലാവർക്കും വെള്ളം കയറി. എല്ലാം ഈ വീടെല്ലാം വെള്ളം, അകത്തെല്ലാം വെള്ളം കയറിയതാണ്. ഈ ഭാഗത്ത് ഇപ്പോൾ ഈ 2 വീടുകളോ അതിനപ്പുറത്തേക്ക് അങ്ങോട്ടെല്ലാം വീടുണ്ട്, എല്ലാം വെള്ളം കയറി സ്ഥലം. അവിടെയൊക്കെ ആളുകളൊക്കെ എല്ലാം 2ാം നിലയുടെ മേലേക്ക് കയറി അഭയം പ്രാപിച്ചു. സാധനങ്ങളൊക്കെ 2ാം നിലയുടെ മേലെ കയറി. ഷിഹാസ്, നമുക്കിവിടെ കാണാൻ വേണ്ടി കഴിയും ഇതൊക്കെ റബ്ബർ തോട്ടങ്ങളാണ്. റബ്ബർ തോട്ടങ്ങളുടെ ഏകദേശം അതിൻ്റെ ഒരു കാൽപാദമല്ല കാൽമുട്ടോളം വെള്ളത്തിലാണ് ഇപ്പോൾ തന്നെ ഉള്ളത്. പക്ഷേ മിനിറ്റുകൾ കൊണ്ട് തന്നെ ഈ വെള്ളം ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഭാഗത്തൊക്കെ ഒരു ഈ സിമൻറ്റ് കട്ട നിർമ്മിക്കുന്ന ഒരു സ്ഥാപനം ഇവിടെ ഉള്ളതാണ്. അതിൻ്റെ യന്ത്രങ്ങൾ ഉൾപ്പെടെ വെള്ളത്തിൽ മുങ്ങി നിൽക്കുന്ന അവസ്ഥ നമുക്കിവിടെ കാണാൻ വേണ്ടി കഴിയും. സത്യത്തിൽ നല്ല മഴയാണ്. ഈ കർണാടക വനത്തിൽ ഉരുൾപൊട്ടിയതായിരിക്കണം അത് ഇങ്ങനെ വെള്ളം വരാൻ കാരണം. ഉരുൾപൊട്ടിയതെന്നാണ് പറയുന്നത് കേൾക്കുന്നത്. പക്ഷേ ഇത് സാധാരണയിൽ കഴിഞ്ഞും കൂടുതൽ വെള്ളമാണ് ഇക്കൊല്ലം ഇവിടെ കയറിയിട്ട് കാണുന്നത്. ഇങ്ങോട്ടൊക്കെ വയലുകളാണ്. കപ്പ കൃഷി, ഇഞ്ചി കൃഷി, എല്ലാ കാർഷിക മേഖല ഇതുമായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുന്ന ആളുകളാണ്. അതെല്ലാം വെള്ളത്തിൻ്റെ അടിയിലാണ് ഇപ്പോൾ ഉള്ളത്. അങ്ങനെ നല്ലൊരു കാർഷിക പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മുന്നൊരുക്കത്തിനൊന്നും സമയം കിട്ടിയില്ല. പെട്ടെന്നില്ല. കാരണം ഇന്നലെ രാത്രിക്ക് തുടങ്ങിയ മഴയാണ്. ഇതിനു മുമ്പ് ഒറ്റപ്പെട്ട മഴകളും വെള്ളം കയറുന്നുള്ള സാധ്യതയൊന്നുമില്ല. അങ്ങനെ കാർഷിക മേഖലയ്ക്ക് മൊത്തം അതിഭയങ്കരമായ ഒരു നഷ്ടമാണ് ഇപ്പം കാണുന്നത്. പിന്നെ കുറേ വീടുകളിൽ വെള്ളം കയറിയിട്ടുണ്ട്. നേരത്തെ ഒരു കാറൊക്കെ എടുത്ത് ഇങ്ങോട്ട് തള്ളിക്കയറ്റി വെക്കുന്നതൊക്കെ കണ്ടു. കുറെ വണ്ടികളൊക്കെ, സാധനങ്ങളും വണ്ടികളൊക്കെ മാറ്റി വെക്കുകയാണ്. ഓരോ വീട് പിന്നെ 2 വീട്ടിൽ വിളിച്ചിട്ടുണ്ട് വെള്ളം കയറുന്ന. അവിടുന്ന് ഡ്രസ്സ്, തുണിയും വകളെല്ലാം മാറ്റണം. അവരെയും മാറ്റണം. ഞങ്ങൾ അതിൻ്റെ പണിയിലാണ്. കുറച്ചുകാർ ഇപ്പം നിലവിലൂടെ ഈ പറയുന്ന സ്ഥലത്ത് ഇതിന്റെ സിമന്റ് കട്ട ഉണ്ടാക്കുന്ന സ്ഥലമാണ്, നിർമ്മിക്കുന്ന സ്ഥലമാണ്. അതെ അതെ അതെ, ഏകദേശം പൂർണ്ണമായും തന്നെ വെള്ളത്തിലടി. പൂർണ്ണമായെന്ന് പറഞ്ഞാൽ കാണുന്നില്ലേ കട്ട, ഓരോ അടി ഇത്രയും കട്ടകൾ, ഇത്രയും സിമെന്റ്, 50 ചാക്ക് സിമെന്റ് അതിൻ്റെ ഉള്ളിലിരിക്കുന്നുണ്ട്. അതിൻ്റെ മെഷീനറികൾ ഇപ്പോൾ അതെല്ലാം പാഴ്സായിട്ട് അഴിച്ചു മാറ്റി ചെയ്ത് അങ്ങനെ ഭീമമായ ഒരു നഷ്ടം. പെട്ടെന്നുള്ള ഒരു മഴ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ വെള്ളം ഇതാ കാണുന്നില്ലേ. നമ്മൾ നിൽക്കുന്നത്, നമ്മൾ താഴെ നിന്ന് നമ്മൾ മുകളിലെത്തിയില്ലേ. അതാണ് ഷിയാസ്. അതായത് അല്പസമയം മുമ്പ് നമ്മൾ സംസാരിക്കുമ്പോൾ, അതായത് ഈ ലൈവിന് കണക്ട് ചെയ്യുന്ന സമയത്ത് ഈ വഴിയിൽ നമുക്ക് ആ വീട്ടിലേക്ക് നടന്നു പോകാൻ വേണ്ടി കഴിയുമായിരുന്നു. ചെറിയ കാൽപാദം മുങ്ങുന്ന അത്ര മാത്രമേ വെള്ളം ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇപ്പോൾ ഇവിടെ വെള്ളം ഉയർന്നു വരുന്നതാണ് നമുക്കിവിടെ കാണാൻ വേണ്ടി കഴിയുന്നത്. ഇവിടെയൊക്കെ നമുക്ക് കാണാൻ വേണ്ടി കഴിയും ഏകദേശം കാലിന് മുട്ടോളം തന്നെ വെള്ളം എത്തിയിരിക്കുന്നതാണ്. വെള്ളം കയറിക്കൊണ്ടിരിക്കുന്നു വീട്ടിലെ. ഇവിടെ ഈ വീട്ടിലേക്ക് വെള്ളം കയറിക്കൊണ്ടിരിക്കുന്നു. സാധനങ്ങളെല്ലാം മാറ്റാൻ വേണ്ടിയിട്ട് നാട്ടുകാരും ജനങ്ങളും എല്ലാവരും ഇവിടെ തമ്പടിച്ചിരിക്കുകയാണ്. ദാരിദ്ര്യമായ വെള്ളമാണ്. ഭയങ്കര മഴയാണ്. മഴ ഇപ്പോഴും തുടർച്ചയായി പെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിശക്തമായ മഴയാണ്. അതാണ് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യം. ഈ പറയുന്ന ഭാഗത്തൊക്കെ നേരത്തെ നമുക്ക് നടന്നു വരാൻ വേണ്ടി കഴിയായിരുന്നു. പക്ഷെ ഇപ്പോഴൊക്കെ ഇവിടെ വെള്ളം വന്ന് മുങ്ങുന്ന അവസ്ഥയിലാണുള്ളത്. ഇവിടെയൊക്കെ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ഇത് ഇതര സംസ്ഥാന തൊഴിലാളികൾ, നമ്മുടെ അതിഥി തൊഴിലാളികൾ താമസിക്കുന്ന ഒരു സ്ഥലമാണ്. അവിടെയുള്ള തൊഴിലാളികൾ അവിടെ നിൽക്കുകയാണ്. അവിടെയുള്ള സാധനങ്ങളൊക്കെ മുകൾ നിലയിലേക്ക് മാറ്റിയിട്ടുണ്ട്. പക്ഷേ അവർക്കിപ്പോൾ എങ്ങോട്ട് പോകണം എന്നുള്ള തരത്തിലൊരു കൺഫ്യൂഷൻ നിലനിൽക്കുകയാണ്. എന്തായാലും അവരെയും ഇവിടെ നിന്ന് മാറ്റുന്നതിന് ആവശ്യമായിട്ടുള്ള നടപടികൾ ആളുകളുടെ ഭാഗത്ത് ഉണ്ടാവുകയാണ്. ഇവിടെയുള്ള വീട്ടുകാരോടുള്ള പ്രതികരണം ഉൾപ്പെടെ നമുക്ക് തേടാവുന്നതാണ്. വീടുകളിലേക്ക് ഉൾപ്പെടെ വെള്ളം കയറിക്കൊണ്ടേ നമുക്കിവിടെ അവസ്ഥ നിൽക്കുന്നത്. കുഞ്ഞ് മോൻ ഉൾപ്പെടെ ഇവിടെ കാണാൻ വേണ്ടി കഴിയും. വീടുകളിലേക്ക് ആളുകൾ ഉള്ളിലേക്കാണോ? അവരെ സുരക്ഷിത സ്ഥാനത്തേക്ക് എത്രയും വേഗം മാറ്റേണ്ടേ? അതിനുള്ള നടപടികളൊക്കെ ചെയ്യുന്നുണ്ടോ നാട്ടുകാരും
ജനപ്രതിനിധികളും രക്ഷാപ്രവർത്തകരും എല്ലാം ചേർന്ന് ആ വീട്ടുകാരുടെ കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ അവിടെ ഇപ്പോഴും വീടുകളിൽ ഉണ്ടല്ലോ. നമ്മൾ നോക്കി നിൽക്കുമ്പോൾ തന്നെ, അതായത് സെക്കൻഡ് ബൈ സെക്കൻഡ് എന്നുള്ള തരത്തിൽ നിമിഷങ്ങളിലാണ് വെള്ളം ഉയർന്നു വരുന്നത്. തീർച്ചയായിട്ടും ആളുകളെയൊക്കെ മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ നാട്ടുകാരുടെ നേതൃത്വത്തിൽ ചെയ്യുന്നത്. ഈ സാധനങ്ങളും സാമഗ്രികളും ഒക്കെ വെള്ളം കയറാനുള്ള സാധ്യത കണക്കിലെടുത്തുകൊണ്ട് സാധനങ്ങളൊക്കെ ഇവിടെ നിന്ന് എടുത്ത് മാറ്റുകയാണ്. അതായത് താഴത്തെ നിലയിലുള്ള സാധനങ്ങളൊക്കെ മുകൾ നിലയിലേക്ക് മാറ്റുകയും അതിനുശേഷം ആളുകളെ ഉൾപ്പെടെ ഇവിടെ നിന്ന് പുറത്തെത്തിക്കുന്നതിന് വേണ്ടി നാട്ടുകാരുൾപ്പെടെ എത്തിയിട്ടുണ്ട്. ഫയർഫോഴ്സിൻ്റെ സംഘം ഈ ഭാഗത്തേക്ക് എത്തിയിട്ടില്ല, അല്ലെങ്കിൽ അത്തരത്തിൽ ഉള്ള സംവിധാനം ഇവിടത്തേക്ക് എത്തിയിട്ടില്ല. ഇതിപ്പോൾ ഇവിടെയുള്ള ആളുകളൊക്കെ ഇവിടുന്ന് മാറണം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പം ഫുള്ള് വെള്ളം കയറി വരുന്നല്ലേ, അപ്പോൾ അതുകൊണ്ട് നമ്മൾ അപ്പുറത്തെ വീട്ടിലേക്ക് നമ്മൾ മാറാൻ വേണ്ടി പോവാം. വേറെ വീട് ഇല്ല, മേലെയുണ്ട്, പക്ഷേ നമ്മൾ മാറിയിട്ടില്ല ഇതുവരെ. ഈ പറയുന്നൊരു വെള്ളം ഇങ്ങനെ ഓരോ മിനിറ്റിലും കയറിക്കൊണ്ടിരിക്കുക. എല്ലാ വർഷം നമുക്ക് ഇവിടെ കയറിക്കൊണ്ടിരിക്കുന്നതാ, പക്ഷെ നമുക്ക് കഴിഞ്ഞ വർഷം ഇവിടെ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ ഇപ്രാവശ്യം ഇങ്ങനെ കയറുമെന്ന് പ്രതീക്ഷിക്കുന്നു. സാധനങ്ങളൊക്കെ നിങ്ങൾ മാറ്റിയാണ്? അതിനല്ല, ഇവർ നാട്ടുകാരെല്ലാം കൂടിയിട്ട് മാറ്റിക്കൊണ്ടേയിരിക്കുന്നു. വേറെ പുറമേ നിന്ന് ആരുമില്ല, നമ്മുടെ ഈ നാട്ടിലെ ആൾക്കാർ മാത്രം. ഓക്കെ, അത് തന്നെയാണ്. അതായത് ഈ നാട്ടുകാരുടെ സഹായത്തോടു കൂടി ഈ വീട്ടിലുള്ള സാധന സാമഗ്രികളൊക്കെ ഇവിടെ നിന്ന് മാറ്റുകയാണ്. എന്തായാലും ഉടനടി തന്നെ ഇവിടെ നിന്ന് മാറുന്നതാണ് ഉചിതം എന്നുള്ളൊരു തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെയുള്ള ആളുകൾ, ഈ വീട്ടുകാരൊക്കെ ഇവിടെ നിന്ന് മാറുന്നതിന് വേണ്ടിയിട്ടുള്ള തീരുമാനത്തിലേക്ക്. കണ്ണൂർ ഉളിക്കൽ പൊയ്യൂർക്കരയിലാണ് വീടുകളിൽ വെള്ളം കയറുന്നൊരു സാഹചര്യം. കനത്ത മഴയാണ്, ഇടതോരാത്തൊരു മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ അർജുൻ റിപ്പോർട്ട് ചെയ്ത് തുടങ്ങിയപ്പോൾ ഉള്ളതിനേക്കാൾ 1-2 അടി വെള്ളം ഇപ്പോൾ തന്നെ ഉയർന്നിട്ടുണ്ട്. നമ്മൾ നോക്കി നിൽക്കുമ്പോഴാണ് വെള്ളം ഉയർന്ന് വരുന്നത്. അവിടെ വ്യാപാര സ്ഥാപനങ്ങളിൽ വെള്ളം കയറിയിട്ടുണ്ട്, വ്യവസായ ശാലകളിൽ വെള്ളം കയറിയിട്ടുണ്ട്, ഒരുപാട് വീടുകളിൽ വെള്ളം കയറിയിരിക്കുന്നു. കൃഷിസ്ഥലങ്ങൾ, കൃഷിഭൂമിയൊക്കെ നശിച്ചിട്ടുണ്ട്. ആളുകൾ കയ്യിൽ കിട്ടുന്ന സാധനങ്ങളുമായി എത്രയും വേഗം വീടുകൾ വിട്ട് മറ്റു സ്ഥലങ്ങളിലേക്ക്, സുരക്ഷിത സ്ഥലങ്ങൾ തേടി പോകുന്ന ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. അർജുൻ